നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമികള് ആറാടുകയാണ് എന്ന് ആറാട്ടെണ്ണം പറഞ്ഞ നെയ്യാറ്റിങ്കര ഗോപനല്ല. ഇത് യഥാർത്ഥത്തിൽ ഒരു സ്വാമിയാണ് എന്ന് അല്ലെങ്കിൽ സന്യാസിയാണ് എന്ന് അവകാശപ്പെടുന്ന ഗോപൻ സ്വാമി. അദ്ദേഹത്തിന്റെ മകനാണ് പറയുന്നത് അദ്ദേഹം സമാധിയായി എന്നുള്ളത്. അദ്ദേഹത്തിന്റെ അമ്മ അല്ലെങ്കിൽ ആ ഒരു മരണപ്പെട്ട സ്വാമിയുടെ ഭാര്യ പറയുന്നു അദ്ദേഹം മരിച്ചു എന്നുള്ള സാധനമല്ല, സമാധിയായതാണ്. ഞാൻ തൊട്ടപ്പോൾ അയാളുടെ നെഞ്ചിൽ തുടിപ്പുണ്ടായിരുന്നു, അതുപോലെ തന്നെ ശരീരം നല്ല ചൂടായിരുന്നു എന്നുള്ളതൊക്കെ. ഓക്കെ, എന്താണ് സമാധി എന്നും എന്താണ് ഇവിടെ ഗോപൻ സ്വാമിയെ കൊന്നതാണോ അല്ലെങ്കിൽ അത് യഥാർത്ഥത്തിൽ സമാധിയാണോ എന്ന് കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പരിശോധിക്കാം. ആദ്യം നമുക്ക് സമാധി എന്താണെന്നതിന്റെ ഒരു ചെറിയ രൂപം കേൾക്കാം. സമാധിയെക്കുറിച്ച് ഒരുപാട് തെറ്റായിട്ടുള്ള ധാരണകളും സമൂഹത്തിലുണ്ട്. ഈ സമാധി എന്നുള്ള വാക്ക് മറ്റു പലരും മരിച്ചു പോകുമ്പോഴും ഉപയോഗിക്കാറുണ്ട്. അതൊരു വലിയ ഒരു വാക്കായിട്ട് ആണത് അവർ പ്രയോഗിക്കുന്നത്. പക്ഷേ അതിൻ്റെ ശരിയായ അർത്ഥം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിന് ചേർന്ന ആളുകൾക്ക് മാത്രമേ അത് ഉപയോഗിക്കാവൂ എന്നുണ്ട്. പക്ഷെ അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇന്ന് സമാധി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. കേട്ടില്ലേ? അത് ഉപയോഗിക്കേണ്ട ആളുകളുണ്ട്. ശ്രീനാരായണ ഗുരുവിനെയാണ് ഒരു പക്ഷേ ഗോപൻ സ്വാമിയുടെ ഭാര്യ പറഞ്ഞത്, എൻ്റെ ഗുരുവേ, ആ ഗുരുവിനെ ഇനി നാളെ ആ സമാധികളെല്ലാം ആളുകൾ പൊളിക്കുമോ എന്ന് ഒരു മനുഷ്യൻ അവിടെ കിടന്നിട്ട് കരയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഗുരുദേവനെ പോലെയുള്ള ഒരു മനുഷ്യനാണ് ഗോപൻ സ്വാമി എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. ഈ സ്വാമി പറഞ്ഞത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയല്ലോ. സമാധി എന്ന് പറയുന്ന ഈ ഒരു വാക്ക് ഉപയോഗിക്കേണ്ട ആളുകളുണ്ട്. അത് അവരിപ്പോ സമൂഹത്തിന് എന്തെങ്കിലും നന്മകൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളതല്ല, അതിലുപരി അവർ യഥാർത്ഥത്തിൽ ഇപ്പോ ഗുരുദേവനൊക്കെ ഭാര്യ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, അല്ലാതെ ഉപേക്ഷിച്ച് അദ്ദേഹം അതിലേക്ക് മാത്രമായി ലയിച്ചൊരു മനുഷ്യനാണ്. ഈ ലോകത്തിന് വേണ്ടി ഒരുപാട് നല്ല നല്ല വാക്കുകൾ പറഞ്ഞ മനുഷ്യനാണ്. നമുക്ക് വേണ്ടിയിട്ട് ഒരു ശിവലിംഗം തന്നെ, ഒരു ക്ഷേത്രം തന്നെ ഉണ്ടാക്കിയൊരു മനുഷ്യനാണ് അല്ലെ. അപ്പോ ആ ഒരു മഹത്വമൊന്നും ഈ സ്വാമിക്ക് ഇല്ല എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. അപ്പൊ സമാധിയായി എന്ന് പറയുന്ന വാക്കുകൾ യോജിക്കുന്നില്ല എന്ന് ഈ സ്വാമിയുടെ വാക്കുകളിലൂടെ തന്നെ മനസ്സിലാവും. ഈ ശരീരത്തെ ബോധപൂർവം ഉപേക്ഷിക്കുവാനായിട്ട് കെൽപ്പുള്ളവരാണ് യോഗികൾ. ഒരുപക്ഷെ ആധുനിക സയൻസിന്, മെഡിക്കൽ സയൻസിന് അതൊന്നും അത്ര വിശ്വാസമുള്ള കാര്യമൊന്നും ആയിരിക്കില്ല. ആ ഒരു ജീവന്റെ തുടുപ്പിനെ അവാഹിച്ച് ശരീരത്തിൽ നിന്നും ഒഴിവാക്കാൻ കഴിയുന്ന, സ്വന്തം ഇഷ്ടപ്രകാരം ശരീരത്തിൽ നിന്നും നമ്മൾ ആത്മാവിനെ ഒഴിവാക്കാൻ കഴിയുന്ന ഒരു പ്രക്രിയയാണ്. ഇതൊരിക്കലും ശാസ്ത്രം അംഗീകരിക്കില്ല. എന്നെ പോലെയുള്ള ആളുകൾ അത് വിശ്വസിക്കാനും പോകുന്നില്ല. എന്നാലോ ഇത് തന്നെയാണ് ഇവിടെ നടന്നത് എന്നാണ് ഈ ഗോപൻ സ്വാമിയുടെ മകനും പറയുന്നത്, ഭാര്യയും പറയുന്നത്. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഒരു പാലക്കാടുള്ള സ്വാമിക്ക് സംഭവിച്ച ഒരു വിഷയമാണ്. ഒരിക്കൽ പാലക്കാട് ജില്ലയിലുള്ള ഒരു ആശ്രമത്തിൽ പോകുമ്പോൾ അവിടുത്തെ സീനിയറായിട്ടുള്ള ഒരു സന്യാസി, അദ്ദേഹത്തിന് പെട്ടെന്ന് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളുണ്ടായി. ആശ്രമ അന്തേവാസികൾ പെട്ടെന്ന് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അദ്ദേഹത്തിൻ്റെ ബോധം വിട്ടുപോയിരുന്നു. അതുകൊണ്ട് അവർ ഡോക്ടർമാർ പല ട്രിപ്പും അതുപോലെ മറ്റു പല ചികിത്സകളൊക്കെ കൊടുത്തു. കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ബാഹ്യബോധം വന്ന് നോക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്, ഈ ട്രിപ്പൊക്കെ ഇട്ട് കിടക്കുക. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇനി ഇതൊന്നും ആവശ്യമില്ല, എത്രയും പെട്ടെന്ന് ഇതൊക്കെ മാറ്റണം. അപ്പോൾ ഡോക്ടറുണ്ട്. അപ്പോൾ ഡോക്ടർ അതിശയിച്ചു പോയി, എന്തുകൊണ്ട്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് മറ്റന്നാൾ ശരീരം ഉപേക്ഷിക്കുവാനുള്ളതാണ്, അതുകൊണ്ട് ഇനി ഒരു മെഡിസിനും ഈ ശരീരത്തിലേക്ക് അപ്ലൈ ചെയ്യരുത്. ഒരുപക്ഷെ നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത, നമ്മൾ അറിഞ്ഞിട്ടില്ലാത്ത ഒരു തലം. പിന്നെ ഡോക്ടർ സ്വാമിജിയുടെ നിർബന്ധപ്രകാരം അതെല്ലാം മാറ്റി അദ്ദേഹത്തിന് അന്ന് തന്നെ ആശ്രമത്തിലേക്ക് അയക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ പിറ്റേ ദിവസം അദ്ദേഹം ധ്യാനത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ ശരീരത്തെ ഉപേക്ഷിച്ചു. അദ്ദേഹത്തിന് അറിയാമായിരുന്നു അതെങ്ങനെയാണ് സാധിക്കുന്നത്. അങ്ങനെ ബോധപൂർവം ഈ ശരീരത്തിൽ നിന്ന് പ്രാണനെ മാറ്റി വിടുമ്പോഴാണ് സമാധിസ്ഥനാകുന്നത്. ഓക്കെ, സ്വന്തം ശരീരത്തിൽ നിന്നും തൻ്റെ പ്രാണനെ ഇങ്ങനെ അവാഹിച്ച് ഓരോ ചക്രങ്ങളുടെ കഥയൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ പഞ്ചേന്ദ്രിയങ്ങളിലേക്ക് ലയിപ്പിക്കുന്നു എന്നുള്ള വാക്കുകളൊക്കെ സത്യത്തിൽ സാധാരണക്കാർക്ക് ഒരിക്കലും ദഹിക്കാത്ത വാക്കുകളാണ്. പല ആളുകൾക്കുള്ളൊരു സംശയം ഉണ്ടാവും, അതായത് ഇതൊക്കെ ഉള്ളത് തന്നെയാണോ എന്നുള്ളത്. അതേ സംശയമുള്ളൊരു വ്യക്തി തന്നെയാണ് ഞാൻ. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിൽ വിശ്വാസം ഉണ്ടല്ലോ അല്ലെ. ദൈവം എന്ന് പറയുന്ന പോസിറ്റീവ് എനർജിയിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് എനർജിയിൽ നിങ്ങൾക്ക് വിശ്വാസം വേണം, നിർബന്ധമായിട്ടും വേണം. ദൈവമുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ചെകുത്താനുണ്ട്.
പലപ്പോഴും ചെകുത്താൻ തന്നെയാണ് എല്ലാവരിലും വസിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. വിശ്വാസികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ലാതെ സയൻസിനെയും ശാസ്ത്രത്തെയും മാത്രം വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അവർ ഈ കാര്യത്തിനൊക്കെ പുച്ഛിച്ച് തള്ളിക്കളയുക എന്നുള്ളതാണ്. ഹിപ്നോട്ടിസം എന്ന സാധനത്തിനെ പോലും ആളുകൾ ഇതൊരു സാത്താന്റെ പരിപാടിയാണെന്ന രീതിയിലൊക്കെ ചിത്രീകരിക്കുന്നില്ലേ? ഓക്കെ, അതുപോലെ അപ്പോൾ ഒരു ഡോക്ടർ പരിശോധിച്ച ഒരു വ്യക്തി, ആ വ്യക്തി പറയുന്നു എനിക്ക് ചികിത്സയും കാര്യങ്ങളൊന്നും വേണ്ട, ഞാൻ 2 ദിവസം കഴിഞ്ഞാൽ ഈ ശരീരം ഉപേക്ഷിച്ച് പോകും. അതേപോലെ ഡോക്ടർ അവർ ഒഴിവാക്കുന്നു, അവർ കൃത്യമായിട്ട് പോകുന്നു, ധ്യാനത്തിലിരിക്കുന്നു, അവരുടെ ശരീരത്തിൽ നിന്നും ആ ഒരു ആത്മാവിനെ പുറന്തള്ളുന്നു, അവർ ആത്മീയതയിലേക്ക് ലയിക്കുന്നു എന്നൊക്കെ പറയുന്നു. ഈ വാക്കുകളൊന്നും സാധാരണക്കാരന് യാതൊരു പരിചയമില്ല, എനിക്കും പരിചയമില്ല. ഇത് പറഞ്ഞ് വ്യക്തമാക്കി തരാനുള്ള ബോധവും എനിക്കില്ല. കാരണം ഇത് മനസ്സിലാക്കി തരാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഭ്രാന്താന്ന് നാട്ടുകാർ പറയും, അല്ലേ? ഇപ്പൊ ഈ ഒരു വ്യക്തി കറക്റ്റ് കാര്യങ്ങൾ പറയുന്നത്, അദ്ദേഹം ആ ഒരു രീതിയിലുള്ള സന്യാസം അർപ്പിച്ച ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്നാണ് നമ്മളത് കേൾക്കുന്നത്. അപ്പോൾ ഇതിന്റെ പിന്നിൽ ഒരു സത്യമുണ്ട്. പക്ഷെ എല്ലാവരെയും സമാധിയാക്കി എന്ന് പറയുന്ന, എല്ലാവർക്കും സമാധി എന്ന വാക്കുകൾ യോജിക്കുന്നില്ല എന്നും ഇദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു സമാധി ആവുക എന്ന് പറയുമ്പോൾ അതൊരു മാസങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു പ്രവൃത്തിയാണെന്നാണ് പലരും പറയുന്നത്. ഭക്ഷണവും കാര്യങ്ങളും ഉപേക്ഷിച്ച് ധ്യാനത്തിലിരുന്ന് ആ ഒരു രീതിയിലാണ് ഈ ഒരു സമാധി ആവൽ. പല ആളുകളും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇവിടെ മരുന്ന് കൊടുത്തു എന്നുള്ളൊരു വാക്ക് പറയുന്നുണ്ട്, ഇൻസുലിൻ കുത്തിവെച്ചു എന്ന് പറയുന്നുണ്ട്. ശരീരം ഉപേക്ഷിച്ച് പോകുന്ന ഒരാൾക്ക് പിന്നെ ശരീരത്തിലെ ആ ഒരു ആത്മാവിനെ നിലനിർത്താനുള്ള, ജീവൻ നിലനിർത്താനുള്ള ഒരു തരത്തിലുള്ള ഒന്നും കരുതാൻ പാടില്ല. അവർ ഭക്ഷണവും മറ്റുള്ള കാര്യങ്ങളൊന്നും നൽകാൻ പാടില്ല. കൃത്യമായിട്ട് അവർ ആ സമാധിയിൽ ഇരുന്ന് അങ്ങനെ മരണപ്പെടും എന്നാണ് പറയുന്നത്. പൂജാകർമ്മങ്ങൾ ചെയ്യണം. ഗുരുദേവന്റെ പൂജാകർമ്മങ്ങൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ഒറ്റ ശിഷ്യൻ മാത്രമേ അടുത്തുണ്ടായിരുന്നുള്ളൂ. ആ ഒരു കാര്യം ഉള്ളത് തന്നെ. ഓക്കെ, അദ്ദേഹം പക്ഷെ മുൻകൂട്ടി തന്നെ എല്ലാവരെ അറിയിക്കുന്നു, സദ്യ കൊടുക്കുന്നു, എല്ലാ ശിഷ്യന്മാരെ അറിയിക്കുന്നു, ഒരു ശിഷ്യനെ മാത്രം തെരഞ്ഞെടുക്കുന്നു. ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? ആരെയും അറിയിക്കുന്നില്ല, അല്ലെ? ഇതിപ്പോ നിയമപരമായി അറിയിച്ചു കഴിഞ്ഞാലും ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരം സമാധികൾ ആളുകൾ സമ്മതിക്കുന്നത് വളരെ കുറവായിരിക്കും. പല ആളുകളും ആരോടും പറയാതെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. ഓക്കെ, മുഴുവൻ കേൾക്കാം. ഈ പരിമിതമായിട്ടുള്ള പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ഈ ശരീരത്തിൽ കുടികൊള്ളുന്ന ആ ജീവൻ പരമ്പൊരുളിലേക്ക് ലയിപ്പിക്കുകയാണ്. ആ ലയിപ്പിക്കുന്ന പ്രക്രിയയാണ് ഇവിടെ സമാധി. ജ്ഞാനദർശനത്തിൽ പറയുമ്പോൾ ഈ ലയിപ്പിക്കൽ ഈ ശരീരമുള്ള സമയത്ത് തന്നെ നടത്തുകയാണ്. ഇപ്പോൾ ഗീതയിൽ സൂചിപ്പിച്ച സമാധിയും ഒരു സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണം എന്താണെന്ന് ചോദിക്കുമ്പോഴാണ് ഇതിനുത്തരം വരുന്നത്. സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത് ഈ ശരീരമുള്ള സമയത്ത് തന്നെ ആ നിലയിലെത്തിയ മഹാത്മാവാണ്. യോഗദർശനത്തിൽ വരുമ്പോൾ ഈ ശരീരം അതൊരു തടസ്സമായിട്ടുണ്ട്. ഇതിനെ ഉപേക്ഷിച്ചുകൊണ്ട് പരമ്പരയിലേക്ക് പൂർണ്ണമായിട്ടും ലയിപ്പിക്കുക. ഓക്കെ, ശരീരത്തിൽ നിന്നും നമ്മൾ ആത്മാവിനെ സ്വയം കൺട്രോൾ ചെയ്തിട്ട് പുറത്തേക്ക് എത്തിക്കുന്നു എന്നൊരു കാര്യം പറയുന്നത് ഒരു ആത്മീയതയുടെ പൂർണ്ണതയിലേക്ക് എത്താൻ ഈ ഒരു കാര്യമാണ് ചെയ്യുക. സമാധി ആവുന്ന ആളുകളുടെ ശരീരത്തിന്, അയാളുടെ മനസ്സിന് ശുദ്ധി വേണം. എല്ലാവർക്കും സമാധിയാവാൻ കഴിയില്ല. ഇവിടെ ഗോപൻ സ്വാമി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി എത്തരത്തിലുള്ള ആളാണ് എന്ന് ആർക്കും അറിയില്ല. അതൊന്നാമത്തെ കാര്യമാണ്. അദ്ദേഹം സമൂഹത്തിന് എന്തെങ്കിലും സംഭാവനകൾ നൽകണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ സ്വാമിയെക്കുറിച്ച് ആ നാട്ടുകാർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വിലയിരുത്തണം. ആ വീടുകളിൽ നിന്നും നിരന്തരമായിട്ട് ബഹളങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, പ്രശ്നങ്ങളുണ്ട്, ആൾ കിടപ്പ് രോഗിയാണ്, നടക്കാൻ കഴിയില്ല, അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ നാട്ടുകാർ പറയുന്നുണ്ട്. ഈ നാട്ടുകാരോട് ഇവർക്ക് വലിയ രീതിയിലുള്ള വെറുപ്പുമുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ആ രീതിയിൽ തന്നെയാണ് ആളുകൾ എടുത്തിട്ടുള്ളത്. പക്ഷെ ഇവർ പറയുന്നു എല്ലാം പരമശിവനായിട്ടുള്ള ആ ഒരു ഭഗവാന് ഞങ്ങൾക്ക് കൂട്ടുനിൽക്കും, ഞങ്ങളെ സഹായിക്കും, എല്ലാവർക്കും ശിക്ഷ കിട്ടും, അങ്ങനെ പല രീതിയിലുള്ള ചർച്ചകളും സംസാരങ്ങളും അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. സത്യത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത്, ഒരു സമാധി ആവുക എന്നുള്ള ഒരു കാര്യത്തെ ആളുകൾ ഇപ്പോൾ ഹിന്ദുക്കളെ വ്രണപ്പെടുത്തുന്നു, ആ ഒരു രീതിയിലേക്ക് മാറ്റുന്നു. ഹിന്ദു സംസ്കാരത്തെ വ്രണപ്പെടുത്തുന്നു എന്ന രീതിയിലേക്ക് മാറ്റുന്നു. സത്യത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിയമവശങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ആ ഫാമിലിക്ക് അറിയില്ല എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ള തെളിവുണ്ടെങ്കിൽ, അദ്ദേഹം മരിച്ചു പോയാലും തെളിവുകൾ വേണം എന്നുള്ള ഒരു കാര്യമുണ്ട്. ഒരു പൗരൻ ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചു പോകുമ്പോഴും ഇവിടെ രേഖകൾ വേണം. അല്ലാത്ത പക്ഷം ഒരാൾ മിസ്സിംഗ് ആയി എന്ന് പറയും. ഇപ്പോൾ ഏതൊരു വ്യക്തി പറയുന്നു നിങ്ങൾ ആദ്യം പോയിട്ട് സുകുമാരക്കുറുപ്പിനെ കണ്ടെത്തൂ എന്നുള്ളത്. അവിടെ സുകുമാരക്കുറുപ്പിനെ കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ രേഖകൾ വേണം. ഇവിടെ ആർക്കും രേഖകളില്ലാതെ ജീവിക്കാൻ കഴിയില്ല. അതിനാണ് ആ ഒരു ബുദ്ധി പോലും ആ ഒരു മണ്ട ശിരോമണിക്ക് ഇല്ല എന്നുള്ളതാണ്. ഗോപൻ സ്വാമി എന്ന് പറയുന്ന വ്യക്തി ആ കല്ലറയിൽ ഇല്ലെങ്കിൽ എന്താ അവസ്ഥ? ഇവർ സമാധിയാക്കി എന്ന് പറയുന്നുണ്ടല്ലോ. യഥാർത്ഥത്തിൽ അദ്ദേഹം അതിനുള്ളിൽ ഇല്ല എങ്കിൽ നമ്മൾ എന്താ പറയാ? അപ്പൊ ഇത് എന്താണെന്ന് ജനങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുകൂടാതെ അദ്ദേഹത്തിനെ ലയിപ്പിച്ച് അവിടെ ഇരുത്തി കഴിഞ്ഞു.
സമാധി എന്നൊരു സാധനം അവർ ഉണ്ടാക്കി കഴിഞ്ഞു. പക്ഷെ ആരും ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. അതുകൊണ്ടുകൂടി ഇതൊരു വലിയ പ്രശ്നമാണ്. ഇവർക്ക് തന്നെ അവരുടെ വിശ്വാസപ്രകാരം അവർക്ക് തന്നെ അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ രാഷ്ട്രീയം തിരിഞ്ഞും മതം തിരിഞ്ഞും ആളുകൾ തമ്മിൽ തല്ലേണ്ട കാര്യമൊന്നുമില്ല. സമാധിയാവാൻ യോഗ്യനായിട്ടുള്ള ശരീരങ്ങൾക്ക് മാത്രമേ അത് അനുവദിച്ചിട്ടുള്ളൂ. അത് അങ്ങനെ ആളുകൾ അംഗീകരിക്കുള്ളൂ. ഗുരുദേവനെ ഇതിലേക്ക് എക്സാമ്പിളായി വെക്കുന്ന ആളുകളോട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയില്ല. ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ കേരളത്തിലെ മുഴുവൻ സമാധികളും പൊളിക്കുമോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്ന ആളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ലീഗലി ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി പൊളിക്കണമെങ്കിൽ കളക്ടർ ആദ്യം ഇവർക്ക് നോട്ടീസ് കൊടുക്കണം. ആ നോട്ടീസ് അവർ സ്വീകരിക്കണം. അതിനുശേഷം മാത്രമേ പൊളിക്കാൻ കഴിയുള്ളൂ. ഏതൊരു പ്രവർത്തനങ്ങളും നിയമത്തിന് മുന്നിൽ കൊണ്ടുപോകുമ്പോൾ നിയമപരമായിട്ട് ഓരോ സ്റ്റെപ്പുകളായിട്ട് തന്നെയാണ് നടക്കേണ്ടത്. ഇദ്ദേഹം അവസാനം പറഞ്ഞ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ സ്വയം കൺട്രോൾ ചെയ്ത് പുറത്ത് കളയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ലയിപ്പിക്കുക എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ശരീരം ആവശ്യമില്ലാത്ത ഒരവസ്ഥയുണ്ട് ആ സമയത്ത്, എന്നാൽ ജീവിച്ചിരിക്കുകയും വേണം. എന്നാലാണ് അയാൾക്ക് സ്വയം ആ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ പുറന്തള്ളാൻ കഴിയുള്ളൂ എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിന്റെ പ്രക്രിയ, എന്ത് രീതിയിലാണ് ഇത് ചെയ്യാന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരൻ മനസ്സിലാവുന്ന രീതിയിലൊന്നുമല്ല. എസ്പെഷ്യലി എന്നെ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാധനം ആവാൻ സാധ്യതയില്ല. ഇത് കാര്യങ്ങളൊക്കെ പഠിച്ച് ഒരുപാട് കാലങ്ങളോളം ഇരുന്ന് വേണ്ടി വരും കണ്ടെത്താം. അപ്പോ ഈ വിഷയത്തില് ഗോപൻ സ്വാമികളുടെ വിഷയത്തില് സത്യം എന്താണെന്ന് അറിയാനില്ല. എല്ലാ ജനങ്ങൾക്കും അവകാശമുണ്ട്. കാരണം അദ്ദേഹം ഈ നാട്ടില് ജനിച്ചു വളർന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യങ്ങളോട് കൂട്ടിയിട്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും അറിയിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ നമ്മൾ വിചാരിക്കും അയാള് ആ ഒരു സ്വാമി ആയിരുന്നു എന്നുള്ളത്. ഇതൊന്നും അറിയുന്നില്ല, ജീവിച്ചിരിപ്പുണ്ട് പോലും അറിയാത്ത അവസ്ഥയിൽ കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഗവൺമെന്റ് ഇടപെടൽ നടത്തിയത് എന്തായാലും വലിയൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. നാളെ ഇതേപോലെ ഒരുപാട് സമാധികൾ ഇവിടെ ഉണ്ടാവില്ല എന്ന് ആര് കണ്ടു? ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ വിളിക്കുക. വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി ഞാൻ വരും. അതൊരു സന്ദീപ് സൈനിങ് ഓഫ്.